മലയാള സിനിമയിലെ ഏറ്റവും നല്ല കൊമേഡിയൻ അല്ലെങ്കിൽ ഏറ്റവും രസികനായ കോമഡി അവതരിപ്പിക്കുന്ന നടൻ ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മലയാളികളിൽ ഭൂരിപക്ഷം പേരും പറയുക അമ്പിളിച്ചേട്ടനെ അഥവാ ജഗദീഷ് ശ്രീകുമാറിനെ ആയിരിക്കും. അതുപോലെ ഒരു വലിയ ചോദ്യമാണ്, ഈ ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല കോമഡി ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്തിലെ എല്ലാവരും ഒരേപോലെ പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ പേരായിരിക്കുന്നു. പറഞ്ഞ വാക്കുകൾ മാറ്റി പറയാൻ അദ്ദേഹത്തിന് ഒരു താമസവും വേണ്ട. ഇന്ന് പറഞ്ഞതല്ല നാളെ പറയാം, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇന്ത്യക്കെതിരെ ചന്ദ്രഹാസം ഉയർത്തിക്കൊണ്ട് കലി തുള്ളി നിൽക്കുന്ന ട്രംപിനെയും അതിനെ നഖശിഖാന്തം എതിർത്തിരുന്ന മോദിയെയുമാണ്. നോക്കണേ, നമ്മൾ കഴിഞ്ഞ ദിവസം അന്തം വിട്ടുപോയി. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, മോദി ഈസ് എ ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ, ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ ആർക്കാണ് ചിരി വരാത്തത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ പൊരിഞ്ഞ യുദ്ധത്തിലായിരുന്നു. കാരണം ട്രംപ് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കാൻ പാടില്ല, അങ്ങനെ ഇറക്കുകയാണെങ്കിൽ നിങ്ങളവിടെ നിന്ന് വരുന്ന ഓരോ സാധനത്തിനും അമേരിക്ക 50% തീരുവ അടിച്ചേൽപ്പിക്കും. അങ്ങനെ തന്നെ ചെയ്തു. കഴിഞ്ഞ 27-ാം തീയതി മുതൽ അത് നിലവിൽ വന്നു. അപ്പോൾ ഇന്ത്യയും വിട്ടുകൊടുത്തില്ല. നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ചൈനയുടെ കൂടെ പോവുകയാണ്, ഞങ്ങൾ ചൈനയും റഷ്യയും ജപ്പാനും എല്ലാം ചേർന്ന് ഒരു ബായി ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഒരു തിരിച്ചടി അങ്ങ് കൊടുത്തു നരേന്ദ്രമോദി നമ്മുടെ ട്രംപിന്. ട്രംപ് അത് കണ്ട് ആദ്യം ഒന്നും ഭയന്ന മാതിരി ഒന്നും കാണിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് വിളിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇന്ത്യക്കാർ വലിയ നല്ല ബന്ധത്തിലാണ്, ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ്, നരേന്ദ്രമോദി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഗ്രീസ് എ ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ എന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ ട്വീറ്റെല്ലാം നരേന്ദ്രമോദി പങ്കുവെച്ചുകൊണ്ട് നരേന്ദ്രമോദിയും അതേപോലെ നമ്മുടെ ട്രംപിനെ അങ്ങ് സുഖിപ്പിച്ചു. ട്രംപ് നമ്മുടെ നല്ല സുഹൃത്തല്ലേ, ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധത്തിലല്ലേ, അങ്ങനെ നല്ല കാലങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി വീണ്ടും ആ ഒരു നല്ല ബന്ധങ്ങളുടെ കാലങ്ങൾ നമുക്ക് തുറക്കാം, നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങളും റെഡിയാണ് എന്ന് പറഞ്ഞ് മോദിയും ആ വഴിയൊന്നങ്ങ് തുറന്നു വിട്ടു. ഇനിയിപ്പോൾ എന്ത് നടക്കുമോ എന്തോ കണ്ടറിയണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ട്രംപ് ഇന്നലെ പറഞ്ഞതായിരിക്കില്ല നാളെ പറയുക. അപ്പോൾ എന്തൊക്കെ കണ്ടീഷനാണ് വയ്ക്കുക? നിങ്ങളൊരു കാര്യം ചെയ്യേ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൽ അങ്ങ് നിർത്തിക്കോ എന്ന് വീണ്ടും അദ്ദേഹം പറയും. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്ത് സ്റ്റാൻഡ് എടുക്കുന്നൊന്നും അറിയില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ഈ IT പ്രൊഫഷണൽസൊക്കെ ഒരുപാട് പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ വിസ സംബന്ധമായ പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ അമേരിക്ക കൈവച്ചിരിക്കുന്നത്. അത്തരം വിസ റദ്ദാക്കൽ നടപടികളിലേക്കൊക്കെ US കടന്നാൽ അത് ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കും. അതുണ്ടാക്കുന്ന പ്രത്യാഘാതം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയതായിരിക്കും, ഭീകരവുമായിരിക്കും. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ 50% തീരുവ ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് ചില്ലറയൊന്നുമല്ല. ഇനി കൂനുമ്മൽ കുരു എന്ന പോലെ ഈ വിസയുടെ കാര്യവും എന്താണ് പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളത് വരുന്ന ആളുകളിലെ അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ ദിവസം കൂടെ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ റഷ്യയിൽ നിന്ന് എണ്ണ എന്തായാലും വാങ്ങിക്കും എന്നുള്ള കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും അമേരിക്കയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു മഞ്ഞുരുകൽ നടന്നുവെങ്കിലും അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെയാണ് കണ്ടറിയുന്നത്. നമ്മുടെ വ്യൂവേഴ്സിന്, നമ്മുടെ പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്നെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി വേറൊരു എപ്പിസോഡ് കാണുന്നവരെ നന്ദി, നമസ്കാരം. ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വൺസ് അഗെയിൻ.